السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. കിതാബ് ഷിഫ ലിൽ ഇമാമിൽ ഖാദി ഇയാദ്, ക്ലാസ് ഭാഗം നമ്പർ 2. അമ്മാ ബഅദു, ബിസ്മി ഹംദ് സ്വലാത്ത് സലാം ആദിയായവക്കു ശേഷം. അമ്മ മഹമായക്കും മിൻ ഷെയ്ഇൻ ബഅദു എന്നതിന് തൊട്ട് പകരമാണ്. ഇതെല്ലാം നാം പഠിച്ചതാണ്. അമ്മാക മഹമായക്കും മിൻ ഷെയ്ഇൻ വഫ ലീ തിൽവി തിൽവി ഹാ വുജൂബൻ ഉരിഫ വഹദഫു ദിൽ ഫാ ഖല്ല ഫീ നസിരിൻ ഇദാ ലം യകു ഖൗലും മഅഹാ ഖദ് നുബിദാ. അൽഫി പറഞ്ഞിട്ടുണ്ട്. അമ്മ വന്നാൽ അതിൻ്റെ ശേഷം ജവാബിൽ ഫാ വരണം. ഇവിടെ എവിടെയാണ് ഫാ? പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. പ്രബലമായത് അതിൻ്റെ ജവാബ് ശേഷമുള്ള ഫ ഇന്നക കറർത്ത എന്നതാണ്. അപ്പോൾ അവിടെ ജവാബ് വരുന്നുണ്ട്. അപ്പോൾ ഈ ശേഷമുള്ള അഷ്റഖല്ലാഹു ഖൽബി എന്നൊക്കെ പറഞ്ഞത് ഇത് മുഅത്തറിലായ ദുആയിയും മറ്റുമായ ജുംലകളാണ്. അപ്പോൾ ജവാബിൽ ഫ ഉണ്ട്. ഇതാണ് പ്രബലമായ അഭിപ്രായം. അമ്മാ ബഅദു, ബഅദു ലമ്മിൻ്റെ മേൽ മബ്നിയാണ്. മുളാഫിനെ കളയുകയും മാന കരുതുകയും ചെയ്താൽ ലമ്മിൻ്റെ മേൽ മബ്നിയാണെന്ന് അൽഫ പറഞ്ഞിട്ടുണ്ടല്ലോ. വൽമുംബിന അൻ ഗൈറ ഇൻ അദിംതമാ ലഹു ഉളിഫ നാവിയം മാഉദിമാ ഖബലുൻ കഗൈറു ബഅദു ഹസ്ബു അവലു വഹദൂനു വൽ ജിഹാതു വൈലഹു വഅലു. 4 സന്ദർഭങ്ങളിൽ ഒരു സന്ദർഭത്തിൽ ലമ്മിൻ്റെ മേൽ മബ്നിയാണ്, ബാക്കി സന്ദർഭങ്ങളിലൊക്കെ മുഅറബാണ്. ഇവിടെ തന്നെ അമ്മാ ബഅദു എന്ന് പറഞ്ഞിടത്ത് അമ്മാ ബഅദ എന്ന് പറഞ്ഞവരുണ്ട്, അമ്മാ ബഅദൻ എന്ന് വായിക്കുന്നവരുണ്ട്, അമ്മാ ബഅദുൻ എന്ന് വായിക്കുന്നവരൊക്കെ ഉണ്ട്. ഏറ്റവും നല്ലത് അമ്മാ ബഅദു, മേൽ പറയപ്പെട്ടവർക്ക് ശേഷം. അമ്മാ ബഅദു എന്ന പദം അത് കിതാബിലായാലും പ്രസംഗങ്ങളിലായാലും അമ്മാ ബഅദു കൊണ്ടുവരൽ നല്ലതാണ്, സുന്നത്താണെന്നാണല്ലോ. അത് ആദ്യം പറഞ്ഞത് ബഹുമാനപ്പെട്ട ദാവൂദ് അലൈഹി സ്വലാമാണ്, അല്ല യഅറൂബ് ഇബ്നു ഖഹ്ത്വാനാണ്. വേറെയും അഭിപ്രായങ്ങളുണ്ട്. ഫസുലൽ ഖിതാബ് എന്ന് ഖുർആൻ പറഞ്ഞത് അമ്മാ ബഅദിനെ കുറിച്ചാണ് എന്ന് പല മുഫസ്സിരീങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും അമ്മാ ബഅദു മാത്രമല്ല, ഫസുൽ ഖിതാബ് എന്ന് പറഞ്ഞാൽ ഹക്കിൻ്റെയും ബാത്തുലിൻ്റെയും ഇടയ്ക്ക് വിട്ടുപിരിക്കുന്ന നല്ല വിധി പറയാനുള്ള ആ ഒരു കഴിവ് എന്നൊക്കെയാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായമായി ഉദ്ധരിക്കപ്പെടുന്നത്. അമ്മാ ബഅദു ബിസ്മി ഹംദ് സ്വലാത്ത് സലാം ആദിയായവക്കു ശേഷം. അഷ്റഖല്ലാഹു ഖൽബി ദുആയ ജുംലയാണ്. അഷറക്ക പ്രകാശിപ്പിച്ചു എന്നും അർത്ഥമുണ്ട്. പ്രകാശിതമായി ലാസിമായിട്ടും മുതഅദ്ദിയായിട്ടും പറയും. അഷ്റഖൽ ബദ്റു അലൈന. അഷ്റഖ പ്രകാശിച്ചു, പ്രകാശിപ്പിച്ചു. ഇവിടെ മുതഅദ്ദിയായിട്ടാണ്. അഷ്റഖല്ലാഹു, അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ, ഖൽബി എൻ്റെ ഹൃദയത്തെ, വ ഖൽബക്കായ മുഖാത്തബേ നിൻ്റെ ഹൃദയത്തെയും. ഇവിടെ ആദ്യം തനിക്ക് വേണ്ടിയാണ് ദുആ ചെയ്തത്. അപ്പോൾ മറ്റൊരാളെയല്ല, ഈസാറല്ലേ വേണ്ടത്? അല്ല, സ്വന്തം നഫ്സിനൊക്കെ ദുആ ചെയ്യുമ്പോൾ ആദ്യം അതാ വേണ്ടതെന്നാ. റബ്ബന ഗഫിർ ലനാ വലിഇഖ്വാനിനാ. അപ്പം നമ്മുടെ കാര്യം ആദ്യം പറയാം ദുആയിലൊക്കെ, എന്നിട്ട് മറ്റുള്ളത് പറയുക. അതാണ് പ്രബലമായ അഭിപ്രായം. അഷ്റഖല്ലാഹു, അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ, ഖൽബി എൻ്റെ ഹൃദയത്തെ, വ ഖൽബക നിൻ്റെ ഹൃദയത്തെയും, ബി അൻവാരിൽ യഖീൻ യഖീനിൻ്റെ പ്രകാശങ്ങളെ കൊണ്ട്. എവിടെയൊക്കെ ഒരുപാട് വിശദീകരിക്കണം. ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ, ഹഖുൽ യഖീൻ, 3 ഗ്രേഡുകളായിട്ട് യഖീനെ മർത്തബകളെ വേർതിരിക്കുന്നുണ്ട്. ഏതായാലും എല്ലാവിധ യഖീൻ്റെയും പ്രകാശങ്ങളെ കൊണ്ട് അല്ലാഹു തആല ഈമാനിയായ എല്ലാ റുത്ബകളെ കൊണ്ടും എൻ്റെയും അങ്ങയുടെയും ഹൃദയത്തെ അല്ലാഹു തആല പ്രകാശിപ്പിക്കട്ടെ ഒരു ദുആയാണ്. വലതഫ ബി വബിക, എനിക്കും നിനക്കും അല്ലാഹു തആല ലുത്ഫ് ചെയ്യട്ടെ, അല്ലാഹു തആല മായം ചെയ്യട്ടെ, ദയ നൽകട്ടെ. ബിമാ ഒന്നുകൊണ്ട്, ഐ ബി മിഥിലിമ ഒന്ന് പോലോത്തത് കൊണ്ട്. മറ്റൊരാൾക്ക് കൊടുത്തത് കൊണ്ട് എനിക്കും ചെയ്യല്ല, മറ്റുള്ളവർക്ക് കൊടുത്തതുപോലെയുള്ളത് കൊണ്ട് എനിക്കും തരട്ടെ. ബിമാ ലതഫ ബിഹി ലി ഔലിയാഹിൽ മുത്തഖീൻ, അല്ലാഹുവിൻ്റെ മുത്തഖീങ്ങളായ സ്വന്തക്കാർക്ക് എന്തെല്ലാം ലുത്ഫുകൾ നൽകിയോ അതുപോലെയുള്ള ലുത്ഫുകൾ എനിക്കും നിനക്കും അല്ലാഹു തആല നൽകട്ടെ. അല്ലദീന, എങ്ങനത്തെ മുത്തഖീങ്ങളായ ഔലിയാ, ഷറഫഹും അല്ലാഹു തആല അവരെ വളരെയേറെ മാനിച്ചിരിക്കുന്നു, ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു.
ബി നുസുലി ഖുദ്സിഹി, അള്ളാഹുവിൻ്റെ ഖുദ്സിൻ്റെ നുസുല് കൊണ്ട്. നുസുല് എന്നാൽ വിരുന്നുകാർക്ക് ഒരുക്കി തയ്യാറാക്കപ്പെടുന്ന ഭക്ഷണം എന്നർത്ഥമുണ്ട്. വേറെയും പല അർത്ഥങ്ങളും നുസുല് എന്ന വാക്കിനുണ്ട്. ഏതായാലും ഇവിടെ അള്ളാഹു താലാൻ്റെ ഖുദ്സിൻ്റെ നുസുല്, ആ ഖുദ്സിൻ്റെ നുസുല് എന്നതുകൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശം എന്നതിൽ പല വ്യാഖ്യാനങ്ങളുണ്ട്. സ്വർഗമാണ്, സ്വർഗത്തിലേക്ക് നയിക്കുന്ന സൽക്കർമ്മങ്ങളാണ്, ഈമാനിയായ ഏറ്റവും നല്ല ശക്തമായ ഭാഗങ്ങളാണ് എന്നൊക്കെ അഭിപ്രായമുണ്ട്. വൗഹശഹും, പിന്നെ അങ്ങനത്തെ മുത്തഖീങ്ങൾ അള്ളാഹു താല അവരെ വഹ്ശത്തിലാക്കി, ഐ അബ്അദഹും എന്നാണ് ഇവിടെ ഉദ്ദേശം. അള്ളാഹു അവരെ ദൂരെയാക്കി, മിനൽ ഖലീഖത്തി, സർവ്വ സൃഷ്ടികളോടുള്ള ബന്ധങ്ങളെ തൊട്ടും. ഖലീഖത്ത് റൻ നാസ് എന്നർത്ഥം വെക്കുക, അല്ലെങ്കിൽ ഖൽഖ്, സർവ്വ സൃഷ്ടികളെ തൊട്ടും അള്ളാഹു താല ആ യഥാർത്ഥ മുത്തഖീങ്ങളായ ഔലിയാവിനെ അള്ളാഹു താല ദൂരെയാക്കി. ബി ഉൻസിഹി, അള്ളാഹുമായുള്ള ആ ഇണക്കം കൊണ്ടും അള്ളാഹുമായിട്ടുള്ള ബന്ധം കൊണ്ടും. അങ്ങനെ പറയും. ദഫ്ഉൽ അവായിഖി ബിഖത്ഇൽ അലായിഖി എന്ന് പറയാം. ഭൗതികമായ ബന്ധങ്ങളും മറ്റുമൊക്കെ ഒഴിവാക്കുമ്പോഴാണ് യഥാർത്ഥമായ അള്ളാഹുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ അവായിഖുകൾ ഒഴിവാകുന്നത്. അപ്പോൾ പരമാവധി ദുന്യാവുമായിട്ടും ദുന്യവിയായ കാര്യങ്ങളുമായിട്ടും ഖൽക്കുകളുമായിട്ടും സൃഷ്ടികളായിട്ടൊക്കെ ബന്ധം എത്ര കണ്ട് കുറയുന്നുണ്ടോ സൃഷ്ടാവിനോട്, അത്ര കണ്ട് ബന്ധം നമുക്കുണ്ടാകും എന്ന് സാരം. വഖസ്വം, അള്ളാഹു താല അവരെ പ്രത്യേകമാക്കുകയും ചെയ്തു. മാരിഫത്തി, അള്ളാഹു താലയുടെ മാരിഫത്തിൽ നിന്ന്. മുഷാഹദത്തി അജായിബി മലക്കൂത്തി, അള്ളാഹു താലാൻ്റെ മലക്കൂത്തിൻ്റെ അജായിബിൻ്റെ മുഷാഹദ, അതിൻ്റെ മുആയന, അവ അള്ളാഹു താല ഹൃദയത്തിൽ കാണിച്ചു കൊടുക്കൽ കൊണ്ടും. അള്ളാഹു താലാൻ്റെ മാരിഫത്തിൽ നിന്നും അള്ളാഹു താലാൻ്റെ മുഷാഹദ എന്ന് പറഞ്ഞാൽ അള്ളാഹു താലാൻ്റെ മലക്കൂത്തിൻ്റെ അജായിബ്, അത്യത്ഭുതങ്ങളും, ഈ സൃഷ്ടിപ്പുകളിലും ആകാശലോകങ്ങളിലുമുള്ള ഒരുപാട് ഹഖായിക്ക്, അതിൻ്റെ രഹസ്യങ്ങളും മനുഷ്യൻ അറിയിച്ചു കൊടുക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും, അതിനെയൊക്കെ അള്ളാഹു താല ഹൃദയത്തിൽ അങ്ങ് മനസ്സിലാക്കി കൊടുക്കുകയും ഹൃദയം കൊണ്ട് അവർക്ക് കാട്ടിക്കൊടുക്കുകയും ആ മുഷാഹദ കൊണ്ടും മാരിഫത്തിൽ നിന്നും മുഷാഹദയിൽ നിന്നും അള്ളാഹു താല അവരെ പ്രത്യേകമാക്കി. ആസാരി കുദറത്തിഹി, അള്ളാഹു താലയുടെ കുദറത്തിൻ്റെ അടയാളങ്ങളിൽ നിന്നും. ആസർ എന്നുള്ളതിൻ്റെ ജന്മ, ആസർ അടയാളം. അപ്പോൾ അള്ളാഹു താലയുടെ കുദറത്തിൻ്റെ അടയാളങ്ങളിൽ നിന്നും അജാബുൽ മലക്കൂത്തിൻ്റെ അജാബുൽ മലക്കൂത്തിനെയുള്ള മുഷാഹദയിൽ നിന്നും അള്ളാഹിൻ്റെ മാരിഫത്തിൽ നിന്നും അള്ളാഹു അവരെ പ്രത്യേകമാക്കി. എന്തുകൊണ്ട് പ്രത്യേകമാക്കി? ബിമാ, ഒന്നുകൊണ്ട് പ്രത്യേകമാക്കി. ഖസ്വഹും എന്നുള്ളതിനോടാണ് ബിമാ എന്നതിൻ്റെ താലൂക്ക്. മല ആ ഒന്ന് നിറച്ചു, ഖുലൂബും അവർക്കുള്ള ഹൃദയങ്ങളെ നിറച്ചു, ഹബറത്തൻ സന്തോഷത്തിനാൽ. അവിടെ തമ്മീസാക്കളാണ് നല്ലതെന്നാണ് ഷുറാഹ് പറയുന്നത്. വവല്ലഹ ഉഖൂലഹും ഫീ അളമതിഹി ഹൈറ, വവല്ലഹ, അല്ലാഹു തആല അന്ധാളിപ്പിച്ചു, പരിഭ്രമിപ്പിച്ചു, ഉഖൂലഹും ആ സ്വന്തക്കാരുടെ ബുദ്ധികളെ, ഫീ അളമതിഹി അള്ളാഹിൻ്റെ അളമത്തിൽ, അള്ളാഹിൻ്റെ ആ മഹാത്മ്യത്തിൽ, ഹൈറത്തൻ പരിഭ്രമത്താൽ. അപ്പം വല്ലദീ ഹറത്തിൽ ബരിയതു ഫീഹി എന്ന് പറഞ്ഞല്ലോ. അള്ളാഹുവിൻ്റെ ദാത്തിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ അജാബുൽ മഖ്ലൂഖാത്തിനെ കുറിച്ചും ചിന്തിക്കുമ്പം ആർക്കും ഒരു പരിഭ്രമം വരും. അപ്പോൾ അള്ളാഹിൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളായ ഔലിയാക്കൾ അള്ളാഹു തആല ആ ഒരു പരിഭ്രമം നൽകി. ഫജഅലു, അങ്ങനെ അവരൊക്കെയാക്കി, ഹമ്മഹും, അവർക്കുള്ള മാനസികമായ ലക്ഷ്യത്തിനെ, ഹമ്മ് മുഴുവനും ബിഹി, അള്ളാഹിനെ കൊണ്ടുള്ള ഹമ്മിനെ വാഹിദൻ, ഒന്നാക്കി. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ബഹുമാനപ്പെട്ട സ്വഹീഹ ഹദീസിൽ കാണാം. ഇമാം ഇബ്നു മാജ റളിയല്ലാഹു തആല അൻഹു 257 നമ്പറായിട്ടും, ഇമാം ഹാക്കിം റളിയല്ലാഹു തആല അൻഹു തൻ്റെ മുസ്തദറക്ക് 2-ാം വാള്യം 442 ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. മൻ ജഅല ഹുമൂമഹു ഹമ്മൻ വാഹിദ ജഅല കഫാഹുല്ലാഹു തആല ഹമ്മ ദുനിയ വൽ ആഖിറ. ദുനിയാവോ എന്നുള്ള ചിന്ത, അതിൽ മാത്രമുള്ള ചിന്തയും അതിനു വേണ്ടിയുള്ള വ്യാപൃതനാവലും അതങ്ങ് ഒഴിവാക്കിയിട്ട് അള്ളാഹ് എന്നുള്ള ചിന്തയാകുമ്പോൾ ദുന്യാവിൻ്റെയും ആഖിറത്തിൻ്റെയും എല്ലാ കാര്യങ്ങളെയും അള്ളാഹു തആല അവന് ക്ലിയറാക്കി കൊടുക്കും എന്നർത്ഥം. അപ്പോൾ നമ്മുടെ ചിന്തയൊക്കെ ഹമ്മു ദുന്യാവിനെക്കുറിച്ചുള്ള ഹമ്മാകരുത്, പരലോകത്തെക്കുറിച്ചും അള്ളാഹിനെക്കുറിച്ചുമുള്ള ഹമ്മാകണം. അതാ അവൻ്റെ ഹമ്മിനെ മുഴുവൻ ഹമ്മം വാഹിദൻ, ഒരൊറ്റ ഹമ്മാക്കി അള്ളാഹ് എന്നുള്ള ചിന്തയിലാക്കി. അള്ളാഹിനെ കൊണ്ടുള്ള ബന്ധം,
അള്ളാഹിനോടുള്ള ഹുബ്ബ്, അള്ളാഹ് എന്ന ലക്ഷ്യം, സദാ അള്ളാഹിൻ്റെ പ്രീതി, അള്ളാഹു അല്ലാത്ത മറ്റു സൃഷ്ടികളെ ഒന്നും ലക്ഷ്യമാക്കാത്ത അള്ളാഹു അള്ളാഹു എന്ന, അവിടെയാണ് ലാ മഖ്സൂദ ഇല്ലല്ലാ, ലാ മഷ്ഹൂദ ഇല്ലല്ലാ എന്നുള്ള ആ ചിന്തയിലെത്തുന്ന ഒരവസ്ഥ. അവിടെ നിന്നും വിട്ടാൽ ലാ മൗജൂദ ഇല്ലല്ലാ എന്നൊരവസ്ഥയുമുണ്ട്. അതൊക്കെ സൂഫിയാക്കളാകുന്ന വലിയ ഔലിയാക്കൾ എത്തിപ്പെടുന്ന നല്ല ഓരോ വിധാനങ്ങളാണ്. നമ്മൾ ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തം അല്ല അത്, ലാ മൗജൂദ ഇല്ലല്ലാ എന്ന് പറഞ്ഞ്. അതിൻ്റെയൊക്കെ ശരിയായ അർത്ഥങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ തങ്ങൾ ഫത്താവൽ ഹദീസിലൊക്കെ വിവരിച്ചിട്ടുണ്ട്. വലം യറവു, ആ യഥാർത്ഥ മോമിനിയങ്ങൾ കണ്ടില്ല, ഫിദ്ദാറൈൻ, രണ്ട് ലോകത്തും കണ്ടില്ല, ഗൈറു, അള്ളാഹു അല്ലാത്തവരെ, അള്ളാഹു അല്ലാത്ത മുഷാഹദിന് ഒരു മുഷാഹദിനെ കണ്ടില്ല. അള്ളാഹ് എന്നുള്ളത് മാത്രം. അള്ളാഹു ആദിരി, അള്ളാഹു ഷാഹിദി, അള്ളാഹു നാദിരി, അള്ളാഹു മായി, അള്ളാഹ് എന്നുള്ള ഒരൊറ്റ മുഷാഹദ് നമുക്ക് വേഗം മനസ്സിലാക്കാൻ ഇങ്ങനെ മതി. അള്ളാഹു എന്ന ആ ഒരു ചിന്തയിലും അള്ളാഹു എന്ന ലക്ഷ്യത്തിലും അവൻ്റെ തൃപ്തിയിലും മാത്രം ജീവിക്കുന്നവരാണ് യഥാർത്ഥ ഔലിയാക്കളും മുത്തഖീങ്ങളും. അങ്ങനത്തെ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്തതുപോലെയുള്ളത് കൊണ്ട് എനിക്കും നിനക്കും അള്ളാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്യണം. ഫഹുമ, യഥാർത്ഥ മോമിനിയങ്ങൾ ബി മുഷാഹത്തി ജമാലിഹി വ ജലാലിഹി, അള്ളാഹിൻ്റെ ജമാലിനെയും ജലാലിനെയുമുള്ള മുഷാഹത്ത് കൊണ്ട് എത്തന അമൂൻ, അതുകൊണ്ട് അവർ സുഖിക്കുന്നവരും സന്തോഷിക്കുന്നവരുമാണ്. വ ബൈന ആസാരി ഖുദ്റത്തിഹി വ അജായിബി അളമത്തിഹി, അള്ളാഹിൻ്റെ ഖുദ്റത്തിൻ്റെ അടയാളങ്ങൾക്കിടയിലും അള്ളാഹിൻ്റെ മഹത്വത്തിൻ്റെ അത്യത്ഭുതങ്ങൾക്കിടയിലും യത്രദ്ദൂൻ, അവർ അങ്ങും ഇങ്ങും സഞ്ചരിക്കുന്നവരാണ്. അതായത് അവരുടെ നിത്യ പ്രവർത്തനങ്ങളിലും ഹറക്കാത്ത് സക്കനാത്തുകളിലും അവർ അവരുടെ അനക്കടക്കങ്ങളിലുമൊക്കെ അള്ളാഹിൻ്റെ ഖുദ്റത്തിൻ്റെ ആസാറുകളെയും അള്ളാഹുവിൻ്റെ അളമത്തിൻ്റെ അജായിബിനെയും മാത്രമാണ് കാണാം. എല്ലായ്പ്പോഴും അള്ളാഹ് ഏതൊരു വസ്തുവിനെ കാണുമ്പോഴും, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഏതൊരു വസ്തുവിനെ കാണുമ്പോഴും ഏതൊന്നിനെ കാണുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള സൃഷ്ടാവിനെയും ഈ ദുന്യാവിനെ ലക്ഷ്യമാക്കാതെ യഥാർത്ഥമായ ലക്ഷ്യമാകുന്ന അള്ളാഹുവിനെയും മാത്രം കാക്ഷിക്കുകയും പ്രതീക്ഷിക്കുകയും കാണുകയും ചെയ്യുന്ന ഒരവസ്ഥ. അതാ വബില്ലിങ്കി ത്വായിലേഹി, അള്ളാഹുവിലേക്കാണ് മുറിഞ്ഞിറങ്ങൽ കൊണ്ട്, വത്തവക്കുലി അലഹി, അള്ളാഹിൻ്റെ മേൽ എല്ലാം ഭരമേൽപ്പിക്കൽ കൊണ്ടും, യതഅസ്സസൂൻ, അവർ തഅസ്സുടേവരാണ്, അവർ അതുകൊണ്ട് സംതൃപ്തരാണ്, അതുകൊണ്ടവർ മതിയാക്കുന്നവരാണ്, അതുകൊണ്ട് എല്ലാത്തിനെയും അവർ പ്രതിരോധിക്കുന്നവരാണ്, മറ്റൊന്നിനെയും ലക്ഷ്യമാക്കാത്തവരാണ്. പിന്നെ എങ്ങനെയുള്ള മോമിനിയങ്ങളും മുത്തഖീങ്ങളുമാണ് ഔലിയാക്കൾ? ലഹിജീന ഐ മുത്തലാസിമീന വ മുൻഹമിക്കീന വ മുതമസ്സിക്കീന ബിസ്വാദിഖി കൗലിഹി, അവർ ഉറച്ചു വിശ്വസിക്കുന്നവരാണ്, എപ്പോഴും ചിന്തിക്കുന്നവരും മുറുകെ പിടിക്കുന്നവരുമാണ്. ബിസ്വാദിഖി കൗലി, സിഫത്തിലെ മൗസൂഫിലേക്കുള്ള ഇലാഫത്ത്, സത്യമായ അള്ളാഹുവിൻ്റെ ഈ വചനത്തിൻ്റെ പൊരുൾ കൊണ്ട്. എന്താ വചനം? ഖുലില്ലാഹ് തുമ്മ ദർഹും ഫീ ഖൗദിഹിം യൽഅബൂൻ. ഖുലില്ലാഹ്, അള്ളാഹ് എന്നങ്ങ് പറയുക, അള്ളാഹ് എന്നതിലങ്ങ് വിശ്വസിക്കുക, അള്ളാഹുവാണ് ലക്ഷ്യമെന്ന് മനസ്സിലാക്കുക. ഹദീത്ത് കാണാം, അസ്ദഖു കലിമത്തിൻ ഖാലഹ ലബീദ്. ലബീദ് എന്ന നല്ല ബുദ്ധിമാനിയായ നല്ലൊരു കവി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഏറ്റവും നല്ല വാക്കാണ് അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാത്തിലു വകുല്ലു നഈമിൻ ലാ മഹാലത സായിലുഹു. അള്ളാഹു മാത്രമാണുള്ളത്. ഖുലില്ല, അള്ളാഹ് എന്നങ്ങ് പറയുക. തുമ്മ ദർഹും ഫീ ഖൗദിഹിം യൽഅബൂൻ, നിങ്ങൾക്ക് വിഘാതമായി, ശത്രുക്കളായി, സത്യം കാണാതെ മുഖം തിരിക്കുന്നവരായി ആരൊക്കെയുണ്ടോ അവരവരുടെ പണികളിൽ അങ്ങ് പോകട്ടെ, അവരെ അങ്ങ് വിട്ടേക്കുക. അപ്പോൾ അള്ളാഹ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മൗജൂദായി അള്ളാഹ് മാത്രമേ ഉള്ളൂ. മഅബൂദും മഷ്ഹൂദുമായി അവൻ മാത്രമേ ഉള്ളൂ. കൗനിൽ അവനല്ലാതെ ഒന്നുമില്ല യഥാർത്ഥത്തിൽ. ബാക്കി മൗജൂദാത്ത് മുഴുവൻ ലില്ലുകളാണ്, നിയലുകളാണ്. യഥാർത്ഥ ഉള്ളവൻ, ലക്ഷ്യമാക്കേണ്ടവൻ അള്ളാഹുവാണ്. എന്നാ ലക്ഷ്യം, ഈ ലക്ഷ്യം വേണ്ടതുപോലെ പ്രാപിച്ചവരാണ് അള്ളാഹുവിൻ്റെ മുത്തഖീങ്ങളായ ഔലിയാക്കൾ. അങ്ങനെ ആ ഔലിയാക്കൾക്ക് അള്ളാഹു തആല കൊടുത്തത് എനിക്കും നിനക്കും അള്ളാഹു നൽകട്ടെ എന്നൊരു ദുആ പറഞ്ഞിട്ട് അമ്മാബാദിൻ്റെ ജവാബാണ് ഇനി പറയുന്നത്. അമ്മാബാദ് മേൽ പറയപ്പെട്ട ബിസ്മി സ്വലാത്ത് ഹംദുകൾക്ക് ശേഷം ഫൈന്നക, തീർച്ചയായിട്ടും മുഖാത്വബേനി കറർത്താലയ, എൻ്റെ മേൽ നീ പല പ്രാവശ്യം മടക്കിയ സുആല, ചോദിക്കലിനെ, ഫി മജ്മുഇൻ, ഒരു ഗ്രന്ഥം ഉണ്ടാക്കി തരണം എന്ന് പലപ്പോഴും നീ എന്നോട് പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചിരിക്കാം, അല്ലെങ്കിൽ ചോദിച്ചതായി സങ്കല്പിക്കുകയാവാം,
അവരുടെ ആഗ്രഹത്തിൽ വന്നൊരാഗ്രഹം പറയുകയാവാം. നേരെ മനസ്സിലാകുന്നത് മുൻഗാമികളുടെ ഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം രത്നചുരുക്കമായി നല്ലൊരു ഗ്രന്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്ന ഒരു മധു ഗ്രന്ഥം നിങ്ങൾ ഉണ്ടാക്കി തരണേ എന്ന് ഖാദി ഇയാദ് തങ്ങളോട് ആരെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ടിരിക്കാം. അത് തന്നെയാണ് ലാഹിറാകുന്നത്. അല്ലയ്യ, എൻ്റെ മേൽ നീ മടക്കിയ സുവാല ചോദിക്കൽ ഫി മജ്മൂൻ ഒരു ഗ്രന്ഥത്തെ രചിക്കുന്നതിൽ എങ്ങനത്തെ ഗ്രന്ഥം യത്ലമുൻ അത് ഉൾക്കൊള്ളും. അത്താരീഫ പരിചയപ്പെടുത്തലിനെ ബി ഖദ്രിൽ മുസ്തഫ അലൈഹി സ്വലാത്തു വസ്സലാം, ലോകത്തിൻ്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥം നിങ്ങളൊന്ന് ഉണ്ടാക്കി തരണേ എന്ന് നീ എൻ്റെ മേൽ പല പ്രാവശ്യം ആവശ്യപ്പെട്ടു. ആരാണ് നബി എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. വമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. ഈ ലോകം പടക്കാൻ കാരണക്കാർ ബഹുമാനപ്പെട്ട നബിതങ്ങളാണ്. നബിതങ്ങൾ കാരണമാണ് ഈ ലോകമെല്ലാം അല്ലാഹു തആല പടക്കുന്നത്. അല്ലാഹു ആകുന്ന സൃഷ്ടാവ് മാത്രമുണ്ടായിരുന്ന ഖാന വലം യകുൻ മഅഹു ഷൈഅ്, ഒന്നുമില്ലായിരുന്ന ഒരവസ്ഥ, ഒന്നും ഇല്ലായിരുന്നു. അല്ലാഹു മാത്രം, കാലമില്ല, സ്ഥലങ്ങളില്ല, ആകാശഭൂമികളോ മലക്കുകളോ മനുഷ്യനോ അല്ലാഹു എന്നവൻ അല്ലാതെ മറ്റൊന്നുമില്ല. പിന്നെ അല്ലാഹു തആല ഫഅഹബബതു അൻ ഉറഫ, അള്ളാഹു ഒരു ഖൽക്കിനെ പടക്കാൻ ഉദ്ദേശിച്ചു. അങ്ങനെ ഒരു നൂറിനെ പടച്ചു. ആ നൂറ് എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ റൂഹിനെ കുറിച്ച് അൽ ഹഖീഖത്തു മുഹമ്മദിയ എന്താണതെന്ന് വ്യക്തമാക്കാനും വിശദീകരിക്കാനും നമുക്ക് കഴിയില്ല. ഏതായാലും അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ എന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സത്തയാണ് അള്ളാഹു തആല ആദ്യം പടക്കുന്നത്. ആ നബിയെക്കുറിച്ച് വേണ്ടതുപോലെ നമുക്കെല്ലാം വ്യക്തമായി അങ്ങ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പരിചയപ്പെടുത്തൽ കഴിയൂല. എന്നാലും പരമാവധി നമുക്ക് പ്രാപ്യമാകും വിധം നബി തങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. വമാ യജിബു ലഹു, നബിക്ക് നിർബന്ധമാകുന്ന കാര്യങ്ങളെയും പരിചയപ്പെടുത്തി തരണം. ഫി തൗഖീരിൻ വൈക്രാം, അവരെ ബഹുമാനിക്കുന്നതിലും അവരെ വന്ദിക്കുന്നതിലും നിർബന്ധമാകുന്നത് എന്തൊക്കെയാണ് നബി തങ്ങളെ കൊണ്ട് നാം മനസ്സിലാക്കേണ്ടതും ഏതെല്ലാം വന്ദനങ്ങളും ബഹുമാനങ്ങളുമാണ് അവർക്ക് കൊടുക്കൽ നിർബന്ധം, ഇതിനൊന്ന് വിശദീകരിക്കുന്ന പരിചയപ്പെടുന്ന കിതാബ് വേണമെന്ന്. വമാ ഹുക്കുമുമൻ, ഒരുത്തൻ്റെ വിധി എന്താണെന്നും. ലം യൂഫി അല്ലെങ്കിൽ ലം യുവഫി രണ്ടും വായിക്കാം. അവൻ പൂർത്തിയാക്കിയില്ല. വാജിബ അലീമി ദാലിക്കൽ ഖദർ, ബഹുമാനപ്പെട്ട നബി തങ്ങൾക്ക് നാം വിശ്വസിക്കേണ്ട കൊടുക്കേണ്ടതായ ആ ഒരു കണക്ക്, അതിൻ്റെ നിർബന്ധമായ അളവിനെ പൂർത്തിയാക്കി വീട്ടാത്തവൻ്റെ വിധി എന്താണ് എന്നും വ്യക്തമാക്കി തരണം. ഔ ഖസ്റ, അല്ലെങ്കിൽ അവൻ വീഴ്ച വരുത്തി. ഫി ഹഖി മൻസിബിഹിൽ ജലീൽ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉന്നതമായ പദവിയുടെ ഭാഗത്തിൽ അവൻ വീഴ്ച വരുത്തി. ഉലാമത ളുഫിരിൻ, നഖത്തിൽ നിന്നും വെട്ടിയിടുന്ന ചെറിയ അംശത്തിൻ്റെ കണക്കെങ്കിലും, കുറഞ്ഞ കണക്കെങ്കിലും നബി തങ്ങൾക്കുള്ള ഹക്ക് വീട്ടുന്നതിൽ നമ്മൾ വീഴ്ചത വരുത്തിയാൽ അത് മഹാ അപകട. എന്താണ് അവൻ്റെ അവസ്ഥ, അവൻ്റെ വിധി എന്താണ് എന്നും വിശദീകരിച്ച് തരണമെന്ന് പറഞ്ഞുകൊണ്ടൊരു കിതാബ് എന്നോട് ആവശ്യപ്പെട്ടു. വാൻ അജ്മാലക്ക, നിനക്ക് വേണ്ടി ഞാൻ ഒരുമിച്ച് കൂട്ടണം എന്നും നീ ആവശ്യപ്പെട്ടു. മാ, ഒന്നിനെ ലി അസ്ലാഫിന വഹിമ്മത്തിന ഫി ദാലിക മിമ്മ ഖാൽ, ഈ വിഷയത്തിൽ നമ്മുടെ മുൻഗാമികളായ പണ്ഡിത മഹത്തുക്കൾക്കും നമ്മുടെ ഇമാമിയങ്ങൾക്കുമൊക്കെയുള്ള മിമ്മ ഖാൽ, അവർ പറഞ്ഞു വെച്ച വാക്കുകൾ, അതിൽ നിന്ന് നിനക്കൊന്ന് ഒരുമിച്ച് കൂട്ടിത്തരണമെന്ന് നീ എന്നോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഉബയ്യനഹു, അതിനെ വ്യക്തമാക്കി തരണമെന്നും. ബി തൻസീലി സുവരിൻ വംസാൽ, പെട്ടെന്ന് മനസ്സിലാക്കാത്ത കാര്യങ്ങളെ ഉപമകളെ കൊണ്ടും മിസാലുകളെ കൊണ്ടും അതിൻ്റെ കോലങ്ങളൊന്ന് വ്യക്തമാക്കിക്കൊണ്ടും സാധാരണക്കാർക്ക് മനസ്സിലാകും വിധം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥം നിങ്ങൾ എനിക്കൊന്നുണ്ടാക്കി തരണമെന്ന് നീ എന്നോട് ആവശ്യപ്പെട്ടു. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഫഅലം, നീ മനസ്സിലാക്കണം, റഹിമക്കല്ലാ, എന്നോട് ചോദിച്ച ചോദ്യകർത്താവേ നിനക്കല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അന്നക ഹമ്മൽത്തനി, നീ എന്നെ പ്രേരിപ്പിച്ചത്, മിന്ദാലിക്ക, ഈ വിഷയത്തിൽ നിന്ന് നീ എന്നെ ചുമത്തിയത്, അമ്രൻ, ഒരു കാര്യമാണ്, ഇമ്രാ, ഗൗരവമേറിയ ഒരു കാര്യം, വലിയ ഗൗരവമുള്ളൊരു കാര്യമാണ് നീ എൻ്റെ മേൽ ഹമ്മൽത്ത, ചുമത്തിയത്, അതിലേക്കാണ് നീ എന്നെ പ്രേരിപ്പിച്ചത്, എൻ്റെ മേൽ നീ അടിച്ചേൽപ്പിച്ചത് എന്നർത്ഥം. വർഹഖ്തനി, നീ എന്നെ നിർബന്ധിപ്പിച്ചു. ഫീമാ നദബ്തനി, ഫീമാ, ഒരു വിഷയത്തിൽ, നദബ, പ്രേരിപ്പിച്ചു. നീ എന്നെ പ്രേരിപ്പിച്ചതില്ലേ, അതിലേക്കാണ്, അങ്ങനത്തെ ആ വിഷയത്തിൽ എന്നെ നീ അർഹഖ്തനി,
നീ എന്നെ നിർബന്ധിപ്പിച്ചു. അർഹക്തനി പറഞ്ഞാൽ കല്ലഫ്തനി എന്നർത്ഥം. നദബ പറഞ്ഞാൽ ആവശ്യപ്പെട്ടു, ത്വലബ് ചെയ്തു, പ്രേരിപ്പിച്ചു എന്നൊക്കെയാണ്. മുസ്റൻ വലിയൊരു ഞെരുക്കത്തെയാണ് നീ എൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചത്. അതുപോലെ തന്നെ വർക്കൈത്തനി മോനെ നീ എന്നെ കയറ്റി. അർക്കായുർക്കി റക്കാ കയറിയെന്ന റക്കാ കയറി. മിർക്കാത്ത് കോണി എന്നൊക്കെ പറഞ്ഞാൽ റക്ക. കൈഫാ തർക്കാ റുഖിയകൽ അംബിയാഉ യാ സമാ അമ്മാ ത്വബലത്ഹാ സമാഉ. ഇമാം ബൂസീരി തങ്ങളുടെ റളിയല്ലാഹു അൻഹു തൻ്റെ ഖസീദത്തുൽ ഹംസിൽ പറയുന്നുണ്ട്, വർക്കൈത്തനി മോനെ നീ എന്നെ കയറ്റി. ബിമാ കല്ലഫ്തനി നീ എന്നെ നിർബന്ധിച്ചതായ ആ ഒന്നുകൊണ്ട്. മുർത്തക്കന്നൊരു കേറലിനെ കയറ്റി. എങ്ങനത്തെ കേറൽ? സ്വഅബ പ്രയാസകരമായ. ഇവിടെ മുർത്തക്ക പറഞ്ഞാൽ ലർഫ് മക്കാനാക്കാം, മീമിയ മസ്തറാക്കാം. അതാണ് ഇവിടെ ഏറ്റവും നല്ലത്. മല കൽബി റൂബ മല മാ കല്ലഫ്തിനെയാണ് മായിലേക്ക് ലമീർ. നീ എന്നോട് ആവശ്യപ്പെട്ട സംഗതി മല കൽബി എൻ്റെ ഹൃദയത്തെ നിറച്ചു. റൂബ പേടിയാൽ. കാരണം നബിൻ്റെ കാര്യം പറയാറുന്ന കുറച്ച് പേടിച്ചണേ. എന്തെങ്കിലും പറയാൻ പറ്റൂല. ഏൽപ്പിച്ച കാര്യം, നീയാ ഏൽപ്പിച്ച കാര്യം വളരെ ഗൗരവമുള്ളതാണ്. കാരണം എന്താ? ഫൈനൽ കലാമ ഫീദാലിക്ക നീ എന്നോട് ആവശ്യപ്പെട്ട വിഷയത്തിലുള്ള സംസാരം യസ്തദീ അത് തേടുന്നുണ്ട് തഖ്രീറ ഉസൂൽ ചില അടിസ്ഥാനപരമായ കായികകൾ ആദ്യം ഉണ്ടാക്കണം. നബിക്ക് എന്തൊക്കെ നിർബന്ധമാകുന്ന കാര്യങ്ങളുണ്ട്, ഏതെല്ലാം അവിടത്തേക്ക് പാടില്ലാത്തതുണ്ട്, ഏതൊക്കെ അവർക്ക് പാടുള്ളതുണ്ട്, എന്താണ് നുബുവത്ത്, നുബുവത്തിനോട് ബന്ധമായത് എന്തൊക്കെയാണ്, ഇങ്ങനെ ചില ഉസൂലുകൾ അതിനെ സ്ഥിരപ്പെടുത്തണം. ആ ചില ഉസൂലുകളെ സ്ഥിരപ്പെടുന്ന ആവശ്യപ്പെടുന്ന ഈ വിഷയം. അതൊന്നുമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പാളി പോവില്ലേ. തഹരീറ ഫുസൂലിൻ അതുപോലെ തന്നെ ആ ഉസൂലിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്ന ഫസുലിയായ ഫർഇയായ ചില കാര്യങ്ങളെയും മസലകളെയും തഹരീറാക്കുകയും വേണം, ശരിക്കും ക്ലിയറാക്കും വേണം. അതൊക്കെ ഉണ്ടായാലേ ഈ വിഷയം അവതരിപ്പിക്കാനും സംസാരിക്കാനും പറ്റൂ. മാത്രമല്ല വൽകഷ്ഫ വ്യക്തമാക്കലിനെയും തേടും. ഗാമിലത്തിൻ്റെ ജമ്മ ഗവാമില. വളരെ ആഴ്ന്നു നിൽക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച്. വദഖായിക്ക ദഖീഖത്തിൻ്റെ ജമ്മ രഹസ്യമായ ഗോപ്യമായ വളരെ മറഞ്ഞു കിടക്കുന്ന ചില രഹസ്യ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ തൊട്ടും വെളിവാക്കൽ. ദഖീഖറിനെ പെട്ടെന്ന് മനസ്സിലാക്കാതെ വളരെ മറഞ്ഞു കിടക്കുന്ന ചില തത്വങ്ങൾ, ആ തത്വങ്ങളെ കണ്ട് വെളിവാക്കലിനെയും നീ പറഞ്ഞ വിഷയം തേടും. മിൻ ഇൽമിൽ ഹഖായിക്ക് ഇൽമുൽ ഹഖായിക്കിൽ നിന്ന്. ഇൽമുൽ ഹഖായിക്ക് ഓരോ കാര്യങ്ങളെക്കുറിച്ചും എന്താണത്, എങ്ങനെയാണത്, ഏതാണത് എന്നുള്ള ആ വ്യക്തമായ അറിവ്. അതാണ് ഈ ഹഖായിക്ക് വേണ്ടിയിട്ടുള്ള ബയാൻ. എന്തിനാൽ മിമ്മ യജിബുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾക്ക് നിർബന്ധമാകുന്ന ഒന്നിനാൽ. വയുളാഫുലേ നബിലേക്ക് ചേർക്കപ്പെടുന്ന ഒന്നിനാൽ. അതാ മാറണ മൗസൂലയുടെ സീലാണ് രണ്ട് ജുംലയും കൂടി. അപ്പോൾ ഒന്ന് തന്നെയാണ്. നബി തങ്ങൾക്ക് നിർബന്ധമാവുകയും അവിടേക്ക് നിർബന്ധമായ നിലക്ക് ചേർക്കപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കണം. ഔ യംതനിയു അല്ലെങ്കിൽ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്, അതും മനസ്സിലാക്കണം. ഔ യജൂസു അലഹി അല്ലെങ്കിൽ നബിതങ്ങൾക്ക് ജായിസാകുന്ന അനുവദനീയമാകുന്ന ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ മനസ്സിലാക്കിയിട്ടേ നബിതങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് പഠനം നടത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മാരിഫത്തിൻ നബി വർ റസൂൽ. നബി എന്നാൽ എന്താണ്, റസൂൽ എന്താണ്, അത് പഠിക്കണം. റസൂൽ നബിയും തമ്മിൽ വ്യത്യാസമുണ്ട്, അത് പഠിക്കണം. റിസാലാവൻ നുബുവ, ഈ റിസാലത്തും നുബുവത്തും എന്താ തമ്മിലുള്ള വ്യത്യാസം, അത് പഠിക്കണം. വൽ മഹബത്ത് വൽ ഖുല്ലത്ത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു തആല പ്രത്യേകം കൊടുത്ത രണ്ട് വിശേഷണമാണ്, മഹബത്തും ഉണ്ട് ഖുല്ലത്തും ഉണ്ട്. അതൊക്കെ എന്താണെന്ന് ശരിക്കും പഠിക്കണം. അതൊന്നും പഠിക്കാതെ ഈ വിഷയത്തിലേക്ക് ഒരിക്കലും തന്നെ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. അതൊക്കെ പഠിക്കേണ്ട വിഷയങ്ങളാണ്. ഖുല്ലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അർത്ഥം പോക്കും ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയ പ്രത്യേകം ഒരു മഹബത്തിൻ്റെ റുത്തുബാൻ, അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ. ഏതായാലും ഇൻഷാ അല്ലാഹ് പിന്നീട് വരുന്നുണ്ട് ഖുല്ലത്തും മഹബത്തും. അതുപോലെ തന്നെ ഖസ്വായി സിഹാദി ദറജത്തിൽ അലിയ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ഉയർന്ന പദവികളുടെ പ്രത്യേകതയാലും അതിനെയും മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കാതെ നമുക്ക് ഈ വിഷയത്തിൽ ഇറങ്ങാൻ കഴിയില്ലേ. മാത്രമല്ല ഹാഉന ഇവിടെയുണ്ട്. ഹാഉനാറാൽ ഖരീബായ മക്കാനിലേക്ക് ഇഷാറത്ത്. അൽഫി പറഞ്ഞില്ലേ, വബീഹുന ഔ ഹാഉന ആശിർ ഇല ദാനിൽ മക്കാനി വബിഹിൽ കഫാസ്വില ഫിൽ ബുഅദി ഔ ബി തമ്മ ഫുഹന്ന ഔ ബി ഹുനാലി കൻതിഖൻ ഔ ഹിന്ന. അപ്പോൾ ഹുന ഹാഉന എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ എന്ന് ദർഫ് മക്കാന, ഖരീബായ ദർഫ് മക്കാൻ. ഹാഉന ഇവിടെയുണ്ട്. മഹാമിഹു മഹാമിഹ് മഹ്മഹിൻ്റെ ജമ്മ.
മഹ്മഹ് പറഞ്ഞാൽ അടയാളങ്ങളില്ലാത്ത, വെള്ളമില്ലാത്ത, പൊടിപടലങ്ങൾ നിറഞ്ഞ വിശാലമായ മരുഭൂമി എന്നാണ്. മുഖ്തസറുൽ നഫാസിലൊക്കെ ഉണ്ട്, വമഹ്മഹിൻ മുഗ്ബറത്തിൻ അർജാഉഹു കഅന്ന ലൗനാ അർളിഹി സമാഉഹു. എത്ര പൊടിപടലങ്ങൾ നിറഞ്ഞ സ്ഥലമാണ്, അവിടുത്തെ ആകാശത്തിൻ്റെ നിറം ഭൂമി പോലെയാണ് എന്ന് പറഞ്ഞതിൻ്റെ പകരം ഭൂമിയുടെ നിറം ആകാശം പോലെയാണ്, കൽബാണ്. അതിലൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പോൾ പൊടിപടലങ്ങൾ നിറഞ്ഞ അടയാളമില്ലാത്ത സ്ഥലം. അപ്പോൾ വഹാവുന ഈ വിഷയത്തിലുണ്ട് മഹാമിഹു, പെട്ടെന്ന് നമുക്ക് തിരിയാത്ത, പെട്ടെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്ത മരുഭൂമിയെപ്പോലെ അടയാളമില്ലാതെ പരന്ന് കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. ഫീഹുൻ ഫൈഹാൻ്റെ ജമ്മ്, അതെ, ഒരു അടയാളങ്ങളോ വെള്ളമോ ഇല്ലാത്ത വിശാലമായി പരന്നു കിടക്കുന്ന ഒരുപാട് മരുഭൂമികൾ ഇവിടെയുണ്ട്. അതായത് ഇത് വലിയൊരു ലോകമാണ്, പെട്ടെന്ന് മനസ്സിലാക്കാനും അങ്ങ് പറയാനും കഴിയൂല എന്നാണ് ഉദ്ദേശം. എങ്ങനത്തെ മഹാമിഹ്, തഹേറു ഫീഹൽ ഖത്വാ, അതങ്ങനെ ഒരു മസലാണ്. ഹേറ യഹേറു, ഖാഫ യഖാഫ് പോലെ മുളാരിയ ഫീലാണ്, മുസ്തഖ്ബില ഫീൽ. തഹേറു ഫീഹ, അവിടെ പരിഭ്രമിക്കും. അൽ ഖത്വാ, കാടപ്പക്ഷികൾ വരെ. ഏത് മരുഭൂമി പോയാലും തിരിച്ചവയ്ക്ക് അവയുടെ കൂട്ടത്തിലേക്ക് എത്താൻ പറ്റുന്ന പക്ഷിയാണ്, അതിനൊരു കഴിവ് അള്ളാഹു കൊടുക്കുന്ന പക്ഷിയാണ് ഖത്വ, കാടപ്പക്ഷി. കാടപ്പക്ഷി വരെ പരിഭ്രമത്തിലാകുന്ന വിധമുള്ള മരുഭൂമി. അപ്പം അങ്ങനത്തെ മരുഭൂമി പറഞ്ഞാൽ ഒരടയാളവും ഇല്ലാത്ത, അങ്ങോട്ട് കടന്നാൽ ആഴക്കടൽ വിടാറില്ലേ, ഏത് ഭാഗമാണെന്ന് അറിയണില്ല, ഏതാണ് തെക്ക്, ഏതാണ് തെക്ക്, വടക്ക്, പടിഞ്ഞാറ്, കിഴക്ക് എന്നറിയാത്ത സമുദ്രത്തിൻ്റെ മധ്യത്തിലെത്താന്നൊക്കെ പറഞ്ഞ മാതിരി വലിയ മരുഭൂമിൻ്റെ ഇടക്ക് പെട്ടാൽ ഒരടയാളമില്ല, ഇത് ഏതാണ് ഭാഗം, എവിടേക്ക് പോകണമെന്നറിയില്ല. ആരൊക്കെ തഹാറു ഫിയൽ ഖത്വ, കാടപ്പക്ഷികൾ വരെ അവിടെ ആകെ പരിഭ്രമിച്ചു പോകും. അങ്ങനത്തെ ചില മരുഭൂമികൾ ഈ വിഷയത്തിലുണ്ട്, ഇവിടെയുണ്ട്. അതായത് നബിതങ്ങളെ കാര്യങ്ങൾ പറയുമ്പം ചില അത്യത്ഭുതങ്ങൾ, ഇപ്പം നബിൻ്റെ ഖസായിസൊക്കെ പറയുമ്പോഴേ അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ചൊക്കെ ഇവർ പറയുന്നുണ്ട്, പറയുമ്പോൾ നോക്കാം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വത്തഖ്സുറു ഫീഹാ ബിഹാ, മാത്രമല്ല അവിടെ ചുരുങ്ങും. അൽ ഖുത്താ, ചവിട്ടടികൾ. ഖുത്വ പറഞ്ഞാൽ ബഹുവചനാണ്, ഖുത്വത്ത് പറഞ്ഞതിൻ്റെ, ഖുത്വത്ത് പറഞ്ഞാൽ ചവിട്ടടി. അപ്പോൾ ചവിട്ടടികൾ ചുരുങ്ങും എന്ന് പറഞ്ഞാൽ കാല് വിട്ടുകേക്കാൻ കഴിയില്ല, കാരണം മുള്ളുകളും പാറക്കൂട്ടങ്ങളും അതുപോലെ തന്നെ നല്ല മൂർച്ചയുള്ള കല്ല് കഷ്ണങ്ങളും ഒക്കെയാണ് അവിടെ. അതുകൊണ്ട് അടുപ്പിച്ച് കാല് വെച്ചേ പോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ പ്രയാസകരമായ ഭൂമി. അതാവ തഖ്സുറു ബിൽ ഖുത്താ, അവിടെ ചവിട്ടടികൾ വളരെ അടുത്ത് ആകും. മാത്രമല്ല മജാഹിലു, മജ്ഹലിൻ്റെ ജമ്മ്. അപ്പോൾ മജാഹിലു പറഞ്ഞാലും അടയാളങ്ങൾ അവ്യക്തമായ അറിയാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. തെളില്ലു ഫിഹ, അവിടങ്ങളിൽ വഴുതിപ്പോകും. അൽ അഹ്ലാം, ഏത് ബുദ്ധികളും വഴുതിപ്പോകും. അത് വലിയ ഗൗരവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയുമ്പോഴേ എന്തെങ്കിലും അങ്ങ് പറഞ്ഞു പോകാൻ പറ്റില്ലല്ലോ. തെളില്ലു ഫി അൽ അഹ്ലാം, ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ ബഹുഭാരിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ചെറിയ പെൺകുട്ടിയായ ആയിഷ ബി റളിയല്ലാഹു അൻഹായെ കല്യാണം കഴിച്ചതിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ എന്തെങ്കിലും അവിടെ എടുത്തു പറഞ്ഞാൽ മുൻകാല ഇമാമിയങ്ങളും മഹത്തുക്കളും എന്താണോ വിശദീകരിച്ചത് അതൊന്നും പറയാത്ത വിഷയങ്ങൾ, സൈനബാബീവിൻ്റെ കാര്യമായാലും നബി തങ്ങളുടെ വിവാഹത്തിൻ്റെ കാര്യമായാലും മറ്റുമൊക്കെ തെളില്ലു ഫി അൽ അഹ്ലാം, അവിടെയൊക്കെ ബുദ്ധികൾ പിഴച്ചു പോകും. ഇല്ലം തെഹ്തദി, ആ ബുദ്ധികൾക്ക് ഹിദായത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ, ബി ആലമിൽ ഇൽമ്, അറിവ് എന്ന, ബി ആലമി ഇൽമ്, അറിവ് എന്ന ആ ഒരു പതാക കിട്ടിയിട്ടില്ലെങ്കിൽ, അതായത് പതാക പോലെ എവിടെയും ഉയർന്നു നിൽക്കുന്നതാണ് ഇൽമ്. അപ്പോൾ യഥാർത്ഥ ഇൽമ് കിട്ടിയിട്ടില്ലെങ്കിൽ നബി തങ്ങളുടെ വിഷയങ്ങളിൽ ആകെ മനുഷ്യൻ പതറിപ്പോകും, ചിലപ്പോൾ ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകും, എന്തെങ്കിലും സ്വന്തം വ്യാഖ്യാനം നടത്തിയാൽ. അപ്പോൾ അതാണ് മജാഹിലു പറഞ്ഞത്. അപ്പോൾ മജാഹിലു തെളില്ലു ഫി അൽ അഹ്ലാം, ബുദ്ധികൾ വരെ പിഴച്ചു പോകുന്ന അവ്വിധമുള്ള ഒരുപാട് അവ്യക്തമായ കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. വനദിരിൻ സദീദ്, സത്യമായ ചിന്ത കൊണ്ടും ഹിദായത്തായിട്ടില്ലെങ്കിൽ, സത്യമായ ചിന്ത, ഇവിടെ നെതിർ പറഞ്ഞാൽ നമ്മൾ കിതാബിലൊക്കെ സാധാരണ പഠിച്ചൊരു നെതിറുണ്ടല്ലോ, എന്താണത്? അത് തന്നെ നമുക്ക് ഇവിടെയും പറയാം. തർത്തീബു മുരി മാലൂമത്തിൻ ലിത്തഅദ്ദി ഇലാ മജ്ഹൂൽ എന്ന് പറയാം, മുലാഹത്തുൽ മഅഖൂൽ ലി തഅശീൽ മജ്ഹൂൽ എന്ന് പറയാം. അപ്പോൾ ശരിക്കുള്ള മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാവാത്ത കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങളിലേക്ക് ശരിയായ ചിന്ത. അപ്പോൾ ശരിയായ ചിന്തയൊക്കെ ഉണ്ടാണെങ്കിൽ ആദ്യം ഉസൂല് വേണം. ആരാണ് നബി, നബിക്ക് എന്തൊക്കെ ഹലാലാകും, എന്തൊക്കെ ഹറാമാകും, അതായത് അവരുടെ അളവിൽ എന്തൊക്കെ വുജൂബുണ്ട്, മുസ്തഹിലുണ്ട്, ജായിസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതിൻ്റെ ശേഷം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ മദാഹിദു,
വഴുതി പോകുന്ന ഒരുപാട്, ഇപ്പോൾ തെളിലുഫി അല്ല അല എന്ന് പറഞ്ഞാൽ ബുദ്ധികൾ പഴച്ചു പോകുന്നതന്നെ അവിടെ അർത്ഥം. ഇനി പറയുന്നു മദാഹിദു, കുറേ വഴുതുന്ന സ്ഥലങ്ങളുണ്ട്. തെസിലുബി അൽ അഖ്ദാം, കാൽപാദങ്ങൾ അവിടെ വഴുതിപ്പോകും. ഇല്ലം താഴത്തമിത്, ആ കാൽപാദങ്ങൾ ശരിക്ക് ഉറച്ചിട്ടില്ലെങ്കിൽ അലാ തൗഫീഖി മിൻ അല്ലാഹി വ തയ്യീദ്, അള്ളാഹുവിൽ നിന്നുള്ള തൗഫീഖിൻ്റെ മേലും തയ്യീദ് ശക്തിപ്പെടുത്തലിൻ്റെ മേലും കാൽപാദങ്ങൾ ഉറച്ചിട്ടില്ലെങ്കിൽ ആ കാൽപാദങ്ങൾ വഴുതിപ്പോകും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടേ നബിതങ്ങളെക്കുറിച്ച് പറയാവൂ എന്നർത്ഥം. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് സംസാരിക്കാം. അള്ളാഹു തആല എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകട്ടെ. റമളാൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്കൊക്കെ യഥാർത്ഥ ഈമാനും നബിയോടുള്ള മഹബത്തും വർദ്ധിപ്പിച്ചു തരട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. മഅൽ വസിയ്യത്തി ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.